പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം ചിന്തിക്കുന്നത് വിശുദ്ധ കുമ്പസാരത്തെ പറ്റിയാണ്. നമ്മുടെ പാപങ്ങൾ മോചിച്ചു കിട്ടുന്ന കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം. ഇന്ന് കൂദാശകൾക്കോ പ്രാർത്ഥനയ്ക്കോ ആത്മീയ ജീവിതത്തിനോ വലിയ പ്രാധാന്യം കൊടുക്കാത്ത ഒരു സമൂഹത്തിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത്. ഇതെല്ലാം ഭോഷത്വമാണെന്ന് ചിന്തിക്കുന്നവരും നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ എല്ലാം മനസ്സിൽ ലൗകിക ചിന്തകളാണ്. ഈ ഭൂമിയിലെ കാര്യങ്ങളാണ് നമ്മെ ഭരിക്കുന്നത്. ധനമോഹവും ജഡമോഹങ്ങളും കണ്ണുകളുടെ ദുരാശയും ഒക്കെയാണ് നമ്മുടെ മനസ്സിൽ നാം സൂക്ഷിക്കുന്നത്. അതിനായിട്ടാണ് നാം സമയം കൂടുതലായും ചെലവഴിക്കുന്നത്. എന്നാൽ നമുക്ക് ഭൗതികമായ ആവശ്യങ്ങൾ ഉണ്ടെന്നും അതെല്ലാം ദൈവം നിറവേറ്റി തരുമെന്നുമുള്ള ഉറച്ച വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ഈ നേട്ടങ്ങളെല്ലാം ഭൂമിയിൽ നാം നേടിയെടുക്കുന്നതെല്ലാം കടന്നു പോകുമെന്നും ശാശ്വതമായിട്ടുള്ളത് ആത്മാവാണെന്നും ആത്മീയ ജീവിതത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നും നാം ചിന്തിക്കാറില്ല. സാത്താൻ നമ്മുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുകയാണ്. തിരുവചനം ചോദിക്കുന്നുണ്ട്, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അതുകൊണ്ട് അവന് എന്ത് പ്രയോജനം? ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും? ദൈവത്തിൻ്റെ വചനങ്ങളാണ് നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുന്നത്. 1 തിമോത്തി 4:9 തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ വചനം വിശ്വാസയോഗ്യവും തികച്ചും സ്വീകാര്യവുമാണ്. പാപാന്ധകാരത്തിൽ വീണുപോകുന്ന നമ്മെ ആത്മനാശത്തിൽ നിന്ന് രക്ഷിക്കുവാനാണ് ദൈവപുത്രനായ യേശു ഈ ലോകത്തിലേക്ക് വന്നതും കൂദാശകൾ സ്ഥാപിച്ചതും. യേശുവാണ് നമ്മുടെ പാപങ്ങൾ മായ്ച്ചുകളഞ്ഞ് നമ്മെ വിശുദ്ധീകരിക്കുന്നത്. നാം പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. സുഭാഷിതം 28:13 തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യം ഉണ്ടാകുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. ദൈവത്തിൽ നിന്ന് കരുണ ലഭിക്കുന്നത് നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അവ നാം പരിത്യജിക്കുമ്പോഴാണ്. ഈ ലോകത്തിലേക്ക് വന്നതും കൂദാശകൾ സ്ഥാപിച്ചതും ജീവൻ ബലിയർപ്പിച്ചതും ദൈവപുത്രനായ യേശു നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. യോഹന്നാൻ 1:29 യേശു യോഹന്നാൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ 20:23 പാപം മോചിപ്പിക്കുന്നതിനുള്ള അധികാരം ഈശോ അപ്പസ്തോലന്മാർക്ക് നൽകി. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. അപ്പസ്തോലന്മാർക്ക് ലഭിച്ച ഈ അധികാരമാണ് പിൻഗാമികളായ മെത്രാന്മാർക്കും അവർ അഭിഷേകം ചെയ്ത് നിയോഗിക്കുന്ന വൈദികരിലൂടെയും സഭ ഇന്ന് പാപമോചനം നൽകുന്നു. ഈശോ തന്നെയാണ് വൈദികനിലൂടെ പാപമോചനം നൽകുന്നത്. മനസ്താപത്തോടെ നാം ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിഞ്ഞ് ചെല്ലുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ കാത്തിരിക്കുന്നത്. ഈ ക്ഷണമാണ് തൻ്റെ പുത്രനായ യേശുവിലൂടെ അവിടുന്ന് നൽകിയിരിക്കുന്നത്. ഇതിനായി ഈശോ നിരന്തരം നമ്മുടെ ഹൃദയവാതിക്കൽ വന്ന് മുട്ടുന്നുണ്ട്. നാളെയാകട്ടെ എന്ന് പറഞ്ഞ് നീട്ടിവെക്കാതെ ദൈവത്തിൻ്റെ സ്വരം കേട്ട് ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത്. നാളെ നമ്മുടെ ജീവിതം എപ്രകാരമായിരിക്കും എന്ന് നമുക്ക് ഒരു നിശ്ചയവുമില്ല. എന്താണ് കുമ്പസാരം? അല്ലെങ്കിൽ വിശുദ്ധ കുമ്പസാരം വഴി എന്താണ് നമുക്ക് ലഭിക്കുന്നത്? പാപങ്ങളിൽ നിന്ന് മോചനവും വീണ്ടും പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തിയും ദൈവത്തോടും സഹോദരങ്ങളോടും
നമ്മെ രമ്യപ്പെടുത്തുന്നതുമായ കൂദാശയാണ് അനുരഞ്ജന കൂദാശ. അനുരഞ്ജന കൂദാശയിൽ എന്താണ് നമുക്ക് വേണ്ടത്? ഏറ്റവും അത്യാവശ്യമായി നമുക്ക് വേണ്ടത് പശ്ചാത്താപമാണ്. നാം പാപം ചെയ്യുമ്പോൾ ദൈവത്തെ മാത്രമല്ല നാം വേദനിപ്പിക്കുന്നത്, നാം ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെയും നമ്മുടെ തെറ്റുകൾ വഴി വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരോടും രമ്യതപ്പെടുമ്പോഴാണ് അനുരഞ്ജന പൂർണ്ണമായും നടക്കുന്നത്. മത്തായി 5:23-24 തിരുവചനങ്ങളിലൂടെ യേശു പറയുന്നുണ്ട്, നീ ബലി അർപ്പിക്കുമ്പോൾ നിൻ്റെ സഹോദരന് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് നീ ഓർത്താൽ ആദ്യം സഹോദരനുമായി രമ്യപ്പെടുക, പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക എന്ന്. അപ്പോൾ നാം വിരോധം വെച്ചുകൊണ്ട് കുമ്പസാരിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. നാം രമ്യതപ്പെടുകയാണ് വേണ്ടത്. സഹോദരങ്ങളോടും ദൈവത്തോടും രമ്യതപ്പെട്ടുകൊണ്ട് വീണ്ടും പാപം ചെയ്യാതെ ജീവിക്കാനുള്ള ഒരു ശക്തിക്കായിട്ടാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. ലൂക്കാ 15:7 അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകും എന്ന തിരുവചനം നാം എപ്പോഴും ഓർക്കണം. എല്ലാവർക്കും ഒരു നല്ല നിലം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.